പള്ളിക്കൂദാശക്കാലം 3-ാം തിങ്കൾ. ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരാണ് നമ്മിൽ പലരും. അതുകൊണ്ട് പ്രാർത്ഥന വളരെ വിരസതയുള്ളതാകുന്നതാണ്. പല വിചാരം, ഉറക്കം എന്നിവയാണ് പ്രാർത്ഥനയിൽ പ്രധാന തടസ്സം. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ യേശുവിനോട് ചോദിക്കുന്നത്. യേശു നല്ലൊരു പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവം മനുഷ്യവംശത്തിനു വേണ്ടി 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതൊരു പ്രാർത്ഥനയും നൽകിയിരിക്കുന്നു. എത്ര കാലം പിന്നിട്ടാലും ദൈവം കൽപ്പനകളിലോ കർത്തൃ പ്രാർത്ഥനയിലോ മാറ്റം വരിക പാടില്ല. അവയേക്കാൾ വലിയവ ഉണ്ടാകാനും പാടില്ല. കൽപ്പനകളെ ഭാഗങ്ങളാക്കി വർദ്ധിപ്പിച്ച് മനുഷ്യന്റെ ചുമലിൽ താങ്ങാനാവാത്ത ചുമടാക്കി മാറ്റിയെന്നും അതിനാൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും തന്റെ അരികിൽ വന്ന് സ്വീകരിക്കാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. പലതരം പ്രാർത്ഥനാ രീതികൾ സഭയിൽ ഉടലെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതാണ്. പക്ഷേ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം വെളിവാക്കപ്പെടുന്നത്. തന്റെ പിതാവ് നമ്മുടെയും പിതാവാണെന്ന് ലോകത്തിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഈ ലോകം പരസ്പര വിദ്വേഷമില്ലാതെ ദൈവരാജ്യമായി മാറും. ലോകത്തിന്റെ മായകളിൽ അഭിരമിക്കാതെ ഓരോ ദിവസത്തിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ മാത്രം ചോദിക്കുക. ഇതിന് തടസ്സമായി പ്രത്യക്ഷപ്പെടുന്ന പൈശാചിക ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ട ശക്തിയാണ് നമ്മുടെ പിതാവിനോട് നാം ചോദിച്ചു വാങ്ങേണ്ടത്.